ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രീൻ പീസ് സ്റ്റൂ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു വെള്ളപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗ്രീൻ പീസ് സ്റ്റൂ ഇഷ്ടമായി. ഓരോരുത്തർ ഉണ്ടാക്കി രാവിലത്തെ ചായക്കടിക്ക് ഗ്രീൻ പീസ് സ്റ്റൂവും വെള്ളപ്പവും എന്നൊക്കെ പറഞ്ഞ് കമൻസ് വന്നേ നമുക്ക്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവർ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് കമൻറ്റ് തരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ വെള്ളപ്പത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യണതെന്ന്. പക്ഷേ സോറി കേട്ടോ, ക്ഷമിക്കണം. ഞാനിന്ന് വെള്ളപ്പ വീഡിയോ അല്ല ചെയ്യാൻ പോണേ. നമുക്കിന്ന് ചേമ്പുന്നണ്ട് കിട്ടിയിട്ടുണ്ട്. അതായത് അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നതാണ് ചേമ്പുന്നണ്ട്. അപ്പോൾ ഇത് 2-3 ദിവസം വെച്ചാൽ ചിലപ്പോൾ കേടായിപ്പോവും. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ടായിരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണത് എന്താ വെച്ചാൽ ഇതുകൊണ്ടൊരു അടിപൊളി സംഭവമാണ് ഉണ്ടാക്കാൻ പോകണത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ചേമ്പുന്നണ്ടല്ലേ. അപ്പോൾ ഈ ചേമ്പ് ഏതാ വെച്ചാൽ പ്ലാത്തി ചേമ്പ്, വലിയ ചേമ്പ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കാൻ പോകണറിയോ? അടിപൊളിയായിട്ടുള്ള ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ആ ഡിഷിൻ്റെ പേരാണ് മുട്ടച്ചേമ്പ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഈ ഒരു ചേമ്പിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചേമ്പ് തണ്ട് കണ്ടാലേ വലിയ ഓലമടലിൻ്റെ കഷ്ണമാണെന്നൊക്കെ വിചാരിക്കില്ലേ. കാരണം അത്രയും വണ്ണം വലിപ്പമൊക്കെ ഉള്ളൊരു സംഭവമാണിത്. ഇതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ അമ്മ. അപ്പോൾ കുട്ടിയടത്ത് എന്തൊക്കെയോ വളങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടായ ഒരു ചേമ്പ് തണ്ടാണിത്. ശരിക്കും മട്ടൽ മുറിച്ച പോലെ തന്നെ ഉണ്ടല്ലേ. നമുക്കിതിൻ്റെ തോല് കളയണ്ടേ. അപ്പോൾ തോല് കളയട്ടോ. അപ്പോൾ നമ്മൾ വെള്ളപ്പ വീഡിയോ അവിടെ നിർത്തി വെച്ചിട്ട് ഈ ചേമ്പുതണ്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഇത് അധികം വാടിയാലേ ചൊറിയും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മ ഇന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് അരിയാൻ പോവാം കേട്ടോ. ഇത് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കണ്ടേ. അപ്പോൾ അതാ നമ്മളെ ചെമ്പുതണ്ട് നല്ല പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വേഗം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ വേഗം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടച്ചേമ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണേ. കടുകിട്ടു. നമ്മൾ ഇതേപോലെ കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ ഉള്ളി ഞാൻ ഇതേപോലെ ചീന്തി വെച്ചതാണ്, അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം മൂത്ത് അങ്ങനത്തെ ഒരു കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമ്മളൊരു 4-5 വറ്റൽമുളക് ഇതേപോലെ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടാം. നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണേ. അപ്പോൾ അത് ചേർത്തു. വീണ്ടും മിക്സിങ്. ഞാൻ ചേർക്കാൻ പോണേ തേങ്ങ, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല നല്ല പോലെ ജസ്റ്റ് ഒന്ന് നിറഞ്ഞ് ചതച്ചിട്ടുള്ളൂ കേട്ടോ. അത്ര ചതച്ചാൽ മതി. അങ്ങനെ ഇടണേ. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, കരിഞ്ഞു പോകരുത് നമ്മളെ സംഭവം. അപ്പോൾ നമ്മളെ തേങ്ങയും ആ മുളകും ഉള്ളിയും എല്ലാം കൂടി നല്ല പോലെ അടിപൊളിയായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചേമ്പുതണ്ട് അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കാം. ഇത് കണ്ടാൽ വിചാരിക്കും കുറേ ഉണ്ട് കേട്ടോ, പക്ഷേ ഇത് വാടിയാൽ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അത് ഞാൻ കുറച്ചിട്ടിട്ടുണ്ടേ, കാരണം ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിട്ടതിന് ശേഷം ഇളക്കിയിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തൊക്കെ മിക്സാക്കി നമ്മൾ ഇളക്കി. ഇനി നമുക്ക് ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സൂക്ഷിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതാ ഞാൻ നല്ല പോലെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. പതുക്കെ ഇളക്കിയൊക്കെയാണ് കേട്ടോ ഞാൻ, കാരണം ഇതിൽ നിറഞ്ഞ് ചിന്തണ ഒരു ടെൻഡൻസി വന്നിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ നല്ല പോലെ അടിപൊളിയാക്കി ഇളക്കി ഇതാ അമർത്തി വയ്ക്കുക. ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ, കാരണം ഇതിൽ വെള്ളം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചേമ്പന്തണ്ടാണല്ലോ. നമ്മൾ അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. എത്രമാത്രം താന്നൂലേ ഇത്. ഹൈ, നല്ല മണം. ശരിക്കും വെന്തില്ല, ഒന്നും കൂടി വേവട്ടെ. നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. നമ്മളെ ചേമ്പ് ഏകദേശം വേവാനായി തുടങ്ങിന്. ആ സമയത്തേക്ക് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിന് മുട്ട വേണമല്ലോ. അപ്പോൾ നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതാ 4 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കണേ.
അപ്പോൾ തുറന്നു നോക്കട്ടോ, കുറച്ച് സമയമായല്ലോ. എത്രങ്ങാനും ഉണ്ടായിരുന്നുല്ലേ. അപ്പോൾ താന്നൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ടേ. നമ്മളെന്താ ചെയ്യേണ്ട അറിയോ? നമ്മളിതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കുക. കണ്ടില്ലേ? ഈ കുഴിക്കാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ആ മുട്ട ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. 2 3 4 ഞാൻ 4 മുട്ട എടുത്തു കേട്ടോ. കൂടുതൽ മുട്ട ഇടണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഇനി നല്ലപോലെ ഇളക്കുക. ഇതാ ഈ മുട്ടേൻ്റെ ഉണ്ണിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ സംഭവം ചേർക്കാണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കുരുമുളക് പൊടിയാണേ ചേർക്കണേ. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ മിക്സാക്കുക. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടി ചേർത്തപ്പോൾ ആണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് നമ്മളാ ഗ്രീൻ പീസിൻ്റെ വീഡിയോയിൽ ഞാൻ കുരുമുളക് മരത്തുമെന്ന് കുരുമുളക് പറിച്ചു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലും എല്ലാവരുടെ നാട്ടിലും വള്ളിയുമ്പോൾ തന്നെയാണ് കുരുമുളക് ഉണ്ടാവണേ. അത് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇതാണ് സോറി കേസ്. അങ്ങനെ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള മുട്ടച്ചേമ്പ് ഇതാ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. ഈ ചേമ്പ് കഴിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ, കുട്ടികൾക്കൊക്കെ നല്ല മടിയല്ലേ ചേമ്പും തണ്ടൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത പോലും കഴിച്ചോളും. നല്ല സാധനമല്ലേ ഇത് ചേമ്പും തണ്ട് എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ അടിപൊളിയായിട്ടുള്ള മുട്ടച്ചേമ്പ് ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിഞ്ഞിത് വാങ്ങിയേക്കാം. നമുക്കിഞ്ഞിതൊരു പാത്രത്തേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചേമ്പും തണ്ട് തന്ന ആൾക്ക് തന്നെയാണ് ഞാൻ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ, നമ്മളെ അമ്മയ്ക്ക്. അപ്പോൾ അതാ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എന്താ തോന്നണേ? കണ്ടിട്ട് നല്ലൊരു സൂപ്പറാണ് കണ്ടിട്ട് തോന്നണേ. ടേസ്റ്റ് നോക്കി നോക്കട്ടെ. ചൂടുണ്ടാവേ? ചൂടുണ്ട്. കുഴപ്പമില്ലല്ലോ. എന്താ അവസ്ഥ? സൂപ്പറാണോ? അപ്പം എല്ലാവരും ഇത് പടുകൂട്ടാനായിട്ടല്ലേ ഉണ്ടാക്കല്. പൂളയും കറുത്തയും ചേമ്പും ഒക്കെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കലല്ല. അരിഞ്ഞിത്തണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ രസമുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ ചോറിനൊക്കെ ഫസ്റ്റ് ആട്ടത്. അതെ, ചോറിക്ക് കൂട്ടി കഴിക്കാൻ തന്നെയാണിത്. ഇപ്പൊ പടുകൂട്ടാനൊന്നും ചിലപ്പോൾ കുട്ടികൾ കൊണ്ടുപോകില്ല സ്കൂളിലേക്കൊന്നും. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാകാൻ പറ്റിയൊരു അത് പുതിയൊരു ഇതാണ് കേട്ടോ. കുട്ടികളെ സ്കൂൾ കൊണ്ടുപോയിക്കൊണ്ടിട്ടോ അതേപോലെ ഉണ്ടാക്കിയിട്ട്. അതെ, ചേമ്പുന്തണ്ടൊക്കെ ചിലപ്പോൾ എല്ലാവരും വീട്ടിലും കാണും. അതെ, ചേമ്പുന്തണ്ടൊന്നും ഇല്ലാത്ത വീടുണ്ടാവില്ല. അപ്പൊ ഇതേ രീതിയിൽ നിങ്ങൾ തന്നാര് ചേമ്പുന്തണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് അമ്മ വിചാരിച്ച കറി ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് തന്നത്. മോരുകറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് അമ്മയ്ക്ക് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മോരുകറി ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണവരൊക്കെ ഉണ്ടാവും കേട്ടോ ഈ രീതിയിൽ. അപ്പൊ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് പരീക്ഷിച്ച അമ്മ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ. അതെ, പിന്നെ ചേമ്പുന്നുണ്ടൊന്നും വിനാടിന് എന്തായാലും പറ്റൂല. അങ്ങനെ കറി വെച്ചാലൊന്നും അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ച് വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ചിക്കൻ കയ്പ ഉണ്ടാക്കിയത്. ചിക്കൻ കയ്പ ഉണ്ടാക്കിയ പോലെ. അപ്പോൾ അതുപോലെയാണ് സംഭവം. ഇത് പിടിച്ചാണെങ്കിൽ ഞാനും കൂടി ഒന്ന് കഴിച്ചോക്കട്ടെ. സംഭവം രസമായി. അടിപൊളിയാണ് സംഭവം. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ പറയണ്ട, നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. വെറൈറ്റിയാണിത്. അതായത് ചേമ്പുന്തണ്ടാണെന്ന് പോലും അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പം ചേമ്പുതണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയോളി. അല്ല, പടുകൂട്ട ഇഷ്ടമുള്ള എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കാം. ഒരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. മക്കൾസൊക്കെ ഇവിടെ കൊതിയോട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാം നമുക്ക്. നച്ചുമിയ കഴിച്ചു വയ്ക്കാം. കഴിച്ചോളി, നല്ല ടേസ്റ്റും ഉണ്ട്. പറയൂ. ചൂടുണ്ടാ? കുറച്ച് അതിനകത്തൊന്നുമില്ല. ഉച്ചട്ടാ അടിപൊളി. ഇപ്പം എൻ്റെ ടെസ് അതാ കൊതിയോട് കൂടി അവിടെ നോക്കിയിട്ടുണ്ട്. കുറച്ച് സമയം അവൾ ഇങ്ങനെ നോക്കി നിൽക്കണ്ട. നമുക്ക് ഇഷ്ടമുണ്ട് അമ്മേ, ഇഷ്ടമുണ്ടോന്ന് ചോദിക്കുന്നതിന് മുന്നേതാ ഫുള്ള് കാലിയാക്കി ഫ്രണ്ട്സ്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നാക്കിയിട്ടത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണോ ടെസ? അഭിപ്രായം ഇഷ്ടായോ? അയ്യോ, ടെസ അവിടെ ഇത്തിരി കൊഴിഞ്ഞാടിയതൊക്കെ മടുത്തോക്കണ്. ഞാൻ കൈ എഴുകട്ടെ. അല്ല പിന്നെ ടെസേനോട് ഇഷ്ടമായെന്ന് ചോദിക്കണേനെ മുന്നേ ആള് പൊള്ളത്തൊന്ന് തീർത്തുണ്ട്. ഞാൻ അവിടെ നിന്നോ ടെസ, അവിടെ നിന്നോ.
ആരുടെ ആദ്യം കൈ വെക്കുക ആരുടെ ആദ്യം കൈ വെക്കാം ready 1 2 ചേമ്പും തണ്ടൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. ചേമ്പും തണ്ടൊക്കെ പറഞ്ഞ് എവിടുന്നെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതാക്കള് അയാളെ തൊടിയിലൊക്കെ ഉണ്ട്. അയാളെ തൊടിയിലൊക്കെ ഉണ്ട്. എന്താ രസം. അപ്പോഴാണ് മതില് ചാടാൻ പോകല്. എന്തൊക്കെയാ പറയണ്. അപ്പുറത്തെ തൊടിയിലൊക്കെ ഉണ്ട് പറിച്ചോണ്ടിരുന്നത്. പക്ഷെ അതൊന്നും നമ്മൾക്ക് പറിക്കാൻ പറ്റൂല. പള്ളിപ്പുറത്തുനിന്ന് കൊണ്ടൊന്നും ഇല്ലേ എത്രയോ ഉണ്ടാണ് അതൊക്കെ കണ്ടുണ്ടാക്കട്ടെ. അതൊക്കെ വെറുതെ പോവേണതേ. ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ ചിലപ്പോ ആർക്കും നിച്ചുണ്ടാവില്ല. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയാല് കഴിക്കാലോ വെറൈറ്റി ആയിട്ട്. അപ്പൊ അമ്മായിമാരും എല്ലാവരും കുട്ടിയെടുത്ത് എല്ലാവരും കാണുന്നുണ്ടാവും മഞ്ജു അവരൊക്കെ. അപ്പൊ എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടേ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അവരൊക്കെ തിന്നട്ടെ ചേമ്പും തണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മളെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക. അതുപോലെ കമൻറ്റ്സ് എഴുതുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ. വേറൊരു കാര്യമുണ്ട് ഫ്രണ്ട്സ്. ഈ സാരിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല വെച്ചാൽ നിങ്ങൾ തന്നെയല്ലേ ഇതിലങ്ങോട്ട് വീണമ്മ അതിന്റെ ടേസ്റ്റില് സാരി കൊടുത്ത് അടിപൊളിയായി വന്നാണ്. സാരിനെ കുറിച്ച് ആദ്യം പറയണമെന്നൊക്കെ വിചാരിച്ചത് ഞങ്ങള്. അപ്പൊ നമ്മളെ ഈ സംഭവത്തിന്റെ ടേസ്റ്റിലൊക്കെ മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ സാരി അന്ന് ഞങ്ങള് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തേന്ന സാരിയാണ്. അമ്മ ബ്ലൗസൊക്കെ സ്വന്തം തന്നെ ഒറ്റയ്ക്ക് തന്നെ തയ്ച്ച് അമ്മക്ക് അടിപൊളിയാക്കി ഇതാ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എല്ലാരും പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ കേട്ടു. നിങ്ങളൊക്കെ എല്ലാരും അഭിപ്രായം അയ്യോ വരിക. അപ്പൊ ഞാൻ വീണ്ടും വന്നോളാ. ഇനി പുതിയ സാരി കിട്ടണ്ടേ? പുതിയ സാരി കിട്ടണ്ടേന്ന് ഞാൻ പോലും ഒരു സാരി വാങ്ങിയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഞങ്ങള് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയും ടാറ്റാ.